കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെ വിജയിപ്പിക്കാൻ ബിജെപി സഹായിച്ചു എന്ന ഒരു ഓഡിയോ സന്ദേശം റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിടുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിന് ഇത്തരത്തിലുള്ളൊരു സഹായം ബിജെപിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു എന്ന് സിപിഎം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നത് തന്നെയല്ലേ ഈ ഒരു വെളിപ്പെടുത്തൽ? ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന് ഒരു സ്ഥിരീകരണം ലഭിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ആ സത്യം പുറത്തു കൊണ്ടുവന്നത്. ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറിയുമായിട്ടുള്ള ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്നത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പറയുകയാണ്. കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണ്. അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ പുറത്തുവിട്ടത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ബിജെപിയെ സംബന്ധിച്ചും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരിക്കലും പുറത്തു വരില്ല എന്ന് ധരിച്ചിരുന്നതാണ്. ഇപ്പോ അത് പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശോഭാ സുരേന്ദ്രന് വോട്ട് കുറയ്ക്കുക എന്ന തന്ത്രം വി മുരളീധരനും കെ സുരേന്ദ്രന്റെയും ചേർന്നുള്ള ഒരു അച്ചുതണ്ട് ഈ ഓഫീസ് സെക്രട്ടറി മുഖേന നടപ്പിലാക്കി എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. അവരുടെ വോട്ട് കുറയ്ക്കുക, അടുത്ത പ്രാവശ്യം പകരം അവിടെ മത്സരിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. നേരത്തെ ഇത് അടൂർ പ്രകാശിനോട് തന്നെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു കാര്യം തനിക്കറിയില്ല, ഈ കൈമൾ ആരാണെന്ന് പോലും തനിക്കറിയില്ല, ഒരുപക്ഷെ ഈ ശോഭാ സുരേന്ദ്രന്റെയോ വി മുരളീധരന്റെയോ വിഷയത്തിൽ തന്നെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്. അല്ല, ഒരാൾ കൃത്യമായിട്ട് പറയല്ലേ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല? ഈ പറഞ്ഞ ആൾ കൃത്യമായിട്ട് പറയല്ലേ, എന്താണ് ഞാനാണ് വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്, വോട്ട് പരമാവധി ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാനാണ് എന്നൊരു ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി പറയുമ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടേ, ഒരു കേസ് കൊടുക്കണ്ടേ? ആ കേസ് കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് സാമാന്യമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന് എടുക്കുന്നൊരു തന്ത്രം മാത്രമാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ തവണത്തെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ശില്പികളെന്ന് പറയുന്നത് ബിജെപിക്കാർ തന്നെയാണ്. ബിജെപിയുടെ വോട്ട് തന്നെയാണ് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അതിപ്പോൾ വെളിച്ചത്തായി എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനൽ ആ സത്യസന്ധമായ ഒരു വിവരം പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതിന് ചാനൽ എടുത്ത ഒരു ധീരതയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാകുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബാന്ധവം വന്നാലും ഇടതുപക്ഷം അതിന് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കും. അതിനുള്ള ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പ്രധാനമായും പറയുന്നത് ഇരട്ട വോട്ടും കള്ളവോട്ടും ഒക്കെയാണ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം. അല്ല, ഇരട്ട വോട്ടും കള്ളവോട്ടും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തെളിയിച്ച് അത് ഇല്ലാതാക്കട്ടെ. നിയമപരമായ മാർഗങ്ങളുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് എന്തറിയാം, തോൽക്കുമെന്നുള്ള ഭീതി വന്നപ്പോൾ ഇനി ഒരു പക്ഷേ അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതെല്ലാം കള്ളവോട്ട് ചെയ്താണ് ഇവർ ജയിക്കുന്നതെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അതിനകത്ത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ ഇലക്ഷൻ കമ്മീഷന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചതാണ്. അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് പഴയതുപോലെയൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഇരട്ട വോട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വോട്ടാണെങ്കിലും കണ്ടുപിടിക്കാനെല്ലാം ധാരാളം മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹം കോടതിയെ സമീപിക്കട്ടെ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് അത് കുറവ് ചെയ്യാനുള്ള മാർഗം ചെയ്യട്ടെ. അത് പ്രശ്നമില്ല. ഒരു അസത്യ പ്രചരണം നടത്തി ഏതെങ്കിലും രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല. അത് കാരണം LDF ഈ BJP UDF ഈ കൂട്ടുകെട്ട് തന്നെയാണോ പ്രചരണത്തിലും പറയാനുള്ളത്? അല്ല, പ്രചരണത്തിൽ ഞങ്ങൾ ഉന്നയിച്ചതിന് ഒരു സാധൂകരണം ലഭിച്ചത് ഇന്നലെയാണ്. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു മുഖ്യ വിഷയമായിട്ട് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതായാലും ആറ്റിങ്ങലിൽ ഈ UDF BJP ബന്ധം തന്നെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി തന്നെ പ്രചരണ വിഷയമായി തന്നെ ഉന്നയിക്കുമെന്നതാണ് LDF സ്ഥാനാർത്ഥിയും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.